ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊമേഴ്സ് വിഷയവുമായി ബന്ധപ്പെട്ട ഉപരിപഠന സാധ്യതകളും അതോടൊപ്പം തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസുമാണ്. ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, എബിലിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണാലിറ്റി തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. സർ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. യെസ്. ഒരു അമ്മ ഒട്ടകവും കുഞ്ഞൊട്ടകവും നിൽക്കുന്ന സമയത്ത് കുഞ്ഞൊട്ടകം അമ്മയൊട്ടത്തോടുകൂടി ചോദിക്കുകയാണ്, അമ്മേ, എനിക്കൊരു സംശയമുണ്ട്. അമ്മയൊട്ടകം കുഞ്ഞൊട്ടകത്തോട് ചോദിക്കുകയാണ്, എന്താ കുഞ്ഞെ നിന്റെ സംശയം? കുഞ്ഞൊട്ടകം ചോദിക്കുന്നു, അമ്മേ, നമ്മുടെ പുറത്ത് ഹമ്പുണ്ടല്ലോ, പുറത്ത് കാണുന്ന കൂന്, അതെന്തിനാണമ്മേ? അമ്മയൊട്ടകം പറയാണ്, നമ്മൾ മരുഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും നമുക്ക് വെള്ളം ലഭിക്കണമെന്നില്ല. അപ്പൊ വെള്ളം ലഭിക്കുന്ന സമയത്ത് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ പുറത്തുള്ള ഹമ്പ് എന്നുള്ളത്. കുഞ്ഞൊട്ടകം വീണ്ടും അമ്മേ, നമുക്ക് എന്തിനാണമ്മേ നീളമേറിയ ഐലാഷസ് എന്തിനാണ്? അമ്മൊട്ടകം മറുപടി കൊടുക്കുകയാണ്, നമ്മൾ മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മണൽക്കാറ്റ്, പൊടിക്കാറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നീളമേറിയ ഐലാഷസ് എന്നുള്ളത്. കുഞ്ഞൊട്ടകം കുറച്ച് ചിന്തിച്ചതിന് ശേഷം വീണ്ടും അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, നമുക്ക് എന്തിനാണമ്മേ നീളമേറിയ കാലുകൾ നൽകിയിരിക്കുന്നത്? അമ്മയൊട്ടകം മറുപടി പറയാണ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മരുഭൂമിയിലാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നീളമേറിയ കാലുകൾ എന്നുള്ളത്. കുഞ്ഞൊട്ടകം വീണ്ടും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അമ്മേ, എനിക്കൊരു സംശയം കൂടിയുണ്ട്. അമ്മ കുറച്ച് ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നിന്റെ സംശയം ഇതുവരെ തീർന്നില്ലേ? ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞൊട്ടകം ചോദിക്കുകയാണ്, അമ്മേ, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മൃഗശാലയിൽ ജീവിക്കുന്ന നമുക്ക് എന്തിനാണമേ ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് കുഞ്ഞൊട്ടകം ചോദിക്കുകയാണ്. ഇതൊരു മോറൽ സ്റ്റോറിയാണ്. എന്റെ മുന്നിലിരിക്കുന്ന 10 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിക്കുമ്പോൾ ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉള്ള കുട്ടികളാണ്, ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തിയിട്ട്, നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒട്ടകത്തിന്റെ കഥ പോലെ നിങ്ങൾ മൃഗശാലയിൽ അടച്ചിടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവും. നമ്മൾ നേരത്തെ സ്വാഗത ഭാഷണത്തിലൊക്കെ പറഞ്ഞ നമ്മുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം 4ാം വ്യാവസായിക വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ 4ാം വ്യാവസായിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന യുഗമാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലാംഗ്വേജിന്റെയും റോബോട്ടിക്സിന്റെയും ബിഗ് ഡാറ്റയുടെ ഒക്കെ യുഗമാണ്. ഇപ്പൊ വ്യാവസായിക വിപ്ലവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോമേഴ്സിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കോമേഴ്സ് മേഖലയിൽ ഇന്ത്യയിലായാലും വിദേശ രാജ്യങ്ങളിലായാലും വളരെയധികം സാധ്യതകളാണുള്ളത്. അക്കൗണ്ടിങ് മേഖലയാവാം, മാനേജ്മെന്റ് മേഖലയാവാം, ടാക്സേഷൻ മേഖലയാവാം, എല്ലാ മേഖലയിലും നമ്മൾക്ക് അനന്ത സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് 46 കോമ്പിനേഷനുകളാണ് ഹയർ സെക്കൻഡറിയിൽ ഉള്ളത്. അതിൽ തന്നെ 4 കോമ്പിനേഷനുകളാണ് കൊമേഴ്സ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട അഷ്കർ സാറ് നിങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അഷ്കർ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഓക്കെ, താങ്ക് യു സർ. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ബഹുമാനപ്പെട്ട ഡോക്ടർ അസീം സർ, ഈ പ്രോഗ്രാമിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, 10ാം ക്ലാസ്സിന് ശേഷമുള്ള കൊമേഴ്സ് കോമ്പിനേഷൻസിനെ കുറിച്ചും +2വിന് ശേഷം കൊമേഴ്സ് മേഖലയിലെ കരിയർ ഓപ്ഷൻസിനെ കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. SSLCക്ക് ശേഷം അല്ലെങ്കിൽ +2വിന് ശേഷം ഉള്ള കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 തലക്കെട്ടുകളായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, കരിയർ ഓപ്ഷൻസ് ഇൻ സയൻസ്.
second one career options in commerce, and third one career options in humanities. ഹ്യൂമാനിറ്റീസ് മേഖലയിലെ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷകൾ, പ്രവേശന പരീക്ഷകൾ കഴിഞ്ഞ ദിവസം വളരെ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്ത ദിവസമുള്ള പ്രോഗ്രാമിൽ സയൻസ് മേഖലയിലെ കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, എൻട്രൻസ് എക്സാമിനേഷൻസ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് നമ്മൾ മനസ്സിലാക്കും. ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്സ് മേഖലയിലെ കരിയർ ഓപ്ഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിന് ശേഷം കൊമേഴ്സ് കോമ്പിനേഷൻസ് പ്രധാനമായും HSC ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ HSC ഹയർ സെക്കൻഡറി കോഴ്സ് ലളിതമായിട്ട് നമ്മൾ പറയുന്ന +2 വിഭാഗത്തിലുണ്ട്. ദെൻ രണ്ടാമതായിട്ട് VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിലും ലഭ്യമാണ്. ഇത് രണ്ടും സ്റ്റേറ്റ് സിലബസ് സ്ട്രീമുകളാണ്. ഇതിനു പുറമെ CBSE, ICSE തുടങ്ങിയ സ്ട്രീമുകളിലും കൊമേഴ്സ് കോമ്പിനേഷൻസ് ലഭ്യമാണ്. 10ാം ക്ലാസ്സിന് ശേഷം കൊമേഴ്സ് കോമ്പിനേഷൻസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സയൻസ് എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചു, അതുമല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ചു. ഇതോടുകൂടെ നമ്മുടെ വർക്ക് കഴിയുന്നില്ല. ഏത് സയൻസ് വേണം, അല്ലെങ്കിൽ ഏത് കൊമേഴ്സ് വേണം, അല്ലെങ്കിൽ ഏത് ഹ്യൂമാനിറ്റീസ് വേണം എന്ന ഒരു തീരുമാനം കൂടെ എടുക്കേണ്ടതുണ്ട്. കാരണം സ്റ്റേറ്റ് സിലബസ് പ്രകാരം ഹയർ സെക്കൻഡറി കോഴ്സിൽ +2-ൽ 10 ടൈപ്പ് സയൻസ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ 4 ഇനം കൊമേഴ്സ് ലഭ്യമാണ്. അതുപോലെ 32 ടൈപ്പ് ഹ്യൂമാനിറ്റീസ് ലഭ്യമാണ്. ടോട്ടൽ അഷിസാർ പറഞ്ഞതുപോലെ 46 ടൈപ്പ് +2 നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്ന് പ്രത്യേകം തീരുമാനിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് സയൻസ് ആണ്. അത് 10 കോമ്പിനേഷൻ ആണുള്ളത്. അത് വളരെ വിശദീകരിച്ച് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ദെൻ രണ്ടാമതായിട്ട് ഹ്യൂമാനിറ്റീസ് മേഖലയെ കുറിച്ച് വളരെ വിശദീകരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. 32 കോമ്പിനേഷൻസ് ഹ്യൂമാനിറ്റീസ് മേഖലയിലുണ്ട്. വളരെ വ്യത്യസ്തമായ കോമ്പിനേഷൻസ്, ഫോർ എക്സാമ്പിൾ സൈക്കോളജി, സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് തുടങ്ങിയ സബ്ജക്റ്റുകൾ, പേപ്പറുകൾ ഉൾക്കൊന്ന കോമ്പിനേഷൻസ് ഈ ഹ്യൂമാനിറ്റീസ് ലഭ്യമാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ലക്ഷ്യം കൊമേഴ്സ് മേഖലയിലെ കോമ്പിനേഷൻസ് പരിചയപ്പെടുക എന്നുള്ളതാണ്. കൊമേഴ്സ് മേഖലയിൽ പ്രധാനമായിട്ടും 4 കോമ്പിനേഷനാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉള്ളത്. ഫസ്റ്റ് വൺ കോമ്പിനേഷൻ 36. ഇതിനെ കോഴ്സ് കോഡ് എന്നാണ് പറയാം. 1 മുതൽ 46 സീരിയൽ നമ്പറുകൾ, 1 മുതൽ 46 കോഴ്സ് കോഡുകൾ കൂടെയാണ്. ഇതിൽ 1 മുതൽ 9ഉം 40ഉമാണ് 10. ദെൻ അതിന് ശേഷം 36 മുതൽ 39 വരെ കോമ്പിനേഷൻസുകളാണ് കൊമേഴ്സ്. ബാക്കിയുള്ള കോമ്പിനേഷൻസ് ഹ്യൂമാനിറ്റീസിലാണ് 32 എണ്ണം. നമുക്കറിയാം +2 2 വർഷത്തെ കോഴ്സാണ്, +1 +2. ദെൻ ഇതിൽ 6 പേപ്പറുകളാണ് മൊത്തത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത്. 10ാം ക്ലാസ് അഥവാ SSSൽ 10 പേപ്പറുകളായിരുന്നു. +1 +2-ൽ ഓരോ വർഷവും 6 പേപ്പർ വീതം. ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, അതായത് ഇംഗ്ലീഷ്. സെക്കൻഡ് പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് അറബിക് ആവാം, മലയാളം ആവാം, ഹിന്ദി ആവാം, ഉറുദു ആവാം, തമിഴ് ആവാം, കന്നഡ ആവാം. നിങ്ങൾ ഏത് സ്കൂളിലാണോ ചേരുന്നത് അവിടെ ലഭ്യമായ സെക്കൻഡ് ലാംഗ്വേജിൽ നിന്നും നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്യാം. പിന്നീട് 3, 4, 5, 6 പേപ്പറുകൾ, അതായത് 4 സബ്ജക്റ്റുകളായിട്ടാണ് ഉണ്ടാവുക. അതിൽ കൊമേഴ്സ് കോമ്പിനേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇത് കോഴ്സ് നമ്പർ കോഡ് നമ്പർ 36 ആണ്. ദെൻ കോഴ്സ് കോഡ് നമ്പർ 37 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മറ്റൊന്ന് കോഴ്സ് കോഡ് 38 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ദ ലാസ്റ്റ് വൺ കോഴ്സ് കോഡ് 39 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഒന്നാമത്തത് മാത്തമാറ്റിക്സ് ആണ് അവസാനത്തെ പേപ്പർ, രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, മൂന്നാമത്തത് പൊളിറ്റിക്കൽ സയൻസ് ആണ്, നാലാമത്തത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അതായത് ആദ്യത്തെ 3 പേപ്പറുകൾ 4 സബ്ജക്റ്റുകളാണുള്ളത്. അതിൽ 3 സബ്ജക്റ്റുകളും സെയിം ആണ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. പിന്നെ ലാസ്റ്റ് പേപ്പർ ആണ് കോമ്പിനേഷനെ തീരുമാനിക്കുന്നത്. അഥവാ കൊമേഴ്സ് മാത്സ് എന്ന് പറഞ്ഞാൽ 36, ദെൻ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 39, ദെൻ കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 37 ആൻഡ് കൊമേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ 38. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റഡീസിനെ കുറിച്ച് ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ പ്രതിപാദിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയമായ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകളും ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യും. മറ്റൊരു വിഷയം എക്കണോമിക്സ് ആണ്. ഇത് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദീകരിച്ച് മനസ്സിലാക്കി.
ദെൻ മറ്റൊരു സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ഇതിന്റെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് BSc മാത്തമാറ്റിക്സ്, MSc മാത്തമാറ്റിക്സ് കോഴ്സുകളുണ്ട്. അത് നാളെ വളരെ വിശദമായി നിങ്ങൾ മനസ്സിലാക്കും. മറ്റൊരു സബ്ജക്ട് കോഡ് 37 വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനെക്കുറിച്ചും നാളെ നിങ്ങൾ BSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കും. ദെൻ മറ്റൊരു സബ്ജക്ട് കോഡ് 38 വരുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇത് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഡ് നമ്പർ 39 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നൊരു പേപ്പർ ഉണ്ട്. ഇതിനും തുടർ പഠനങ്ങൾ സാധ്യമാണ്. ഇത് സോഫ്റ്റ്വെയർ മേഖല എന്നുള്ള അർത്ഥത്തിൽ നാളെ BCA, MCA തുടങ്ങിയ കോഴ്സുകളെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കും. ദെൻ VHSC യെ കുറിച്ച് അഷിത് സാർ ഡിസ്കസ് ചെയ്യും. കൊമേഴ്സ് കോമ്പിനേഷൻസ് VHSC-യിലും ലഭ്യമാണ്. ഓവർ ടു യു അഷിത് സാർ. താങ്ക് യു അഷ്കർ സാർ. സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ VHSC കൊമേഴ്സ് കോമ്പിനേഷൻ എന്നാണ് സാർ ഉള്ളത്. ഓക്കെ, ഇതൊരു സ്ലൈഡ് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട്. പസ്കർ സാർ വിശദമായി തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി കോഴ്സ് കോമ്പിനേഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ കോമേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും കോമേഴ്സ് കോമ്പിനേഷൻസിനെ കുറിച്ചും പറഞ്ഞു തന്നു. ഇനി VHSC-യിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള കോമേഴ്സ് കോമ്പിനേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. VHSC-യിൽ ഏകദേശം 35ഓളം കോഴ്സ് കോമ്പിനേഷൻസ് ഉണ്ട്. അതിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ നോൺ വൊക്കേഷണൽ വിഭാഗത്തിൽ വരുന്ന വിഷയങ്ങളാണ് ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, മാനേജ്മെന്റ്, ഓൺട്രപ്രണറിയൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇത് നോൺ വൊക്കേഷണൽ ആണ്. അത് കൂടാതെ മനസ്സിലാക്കേണ്ടത് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള ഇതിൽ ഒരു പേപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൂടാതെ നിങ്ങളുടെ സ്ഥാപനം, നിങ്ങൾ ചേരുന്ന VHSC ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ഏത് സ്കൂളിലാണോ നിങ്ങൾ ചേരുന്നത് അവിടെ ലഭ്യമായ നിങ്ങൾക്കൊരു വൊക്കേഷണൽ കോഴ്സ് കൂടി പഠിക്കാം എന്നുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വൊക്കേഷണൽ പേപ്പർ എന്ന് പറയുന്നത് ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ആണ്, മറ്റൊന്ന് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്, മറ്റൊന്ന് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ് ആണ്, മറ്റൊന്ന് മാർക്കറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്, മറ്റൊന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് ആണ്. ഇത്തരത്തില് വൊക്കേഷണൽ പേപ്പർ, ഏതെങ്കിലും ഒരു വൊക്കേഷണൽ പേപ്പർ കൂടി നോൺ വൊക്കേഷണൽ പേപ്പറിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ള ഒരു അവസരം കൂടി VHSC-യിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ വിവരണങ്ങൾ ഈ നാളത്തെ ക്ലാസ്സിന് ശേഷം അതർ കോഴ്സസ് എന്നുള്ളതിൽ മറ്റന്നാളെ പ്രതിപാദിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് വിശദമായി അതിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ കടക്കുന്നത് ആഫ്റ്റർ +2 ഓപ്ഷൻസ് ഇൻ കൊമേഴ്സ് എന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ്. അതിൽ തന്നെ 2 വിഭാഗമായിട്ട് നമുക്ക് പറയാം. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ആണ്, മറ്റൊന്ന് അഡ്മിനിസ്ട്രേഷൻ ഓർ മാനേജ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്നുള്ള മേഖലയെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഷ്കർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. നേരത്തെ കോമ്പിനേഷൻസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടെ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനാണ് നല്ലത് എന്ന്. അതുപോലെ തന്നെ ഏത് കോഴ്സിനാണ് സ്കോപ്പ് എന്നൊക്കെ. സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ? ഇനി കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ കമ്പ്യൂട്ടർ കൊമേഴ്സ് വേണോ അല്ലെങ്കിൽ മാത്സ് കൊമേഴ്സ് വേണോ എന്നൊക്കെ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്കോപ്പ് ഇല്ലാത്ത ഒരു കോഴ്സ് അല്ലെങ്കിൽ നല്ല കോഴ്സ് ചീത്ത കോഴ്സ് എന്നൊന്നുമില്ല. ഓരോരുത്തർക്കും സ്യൂട്ടായ അനുയോജ്യമായ കോഴ്സുകളാണ് സത്യത്തിൽ ഉള്ളത്. അനുയോജ്യമായ കോഴ്സ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുക ഓരോ വിദ്യാർത്ഥിയുടെയും ഇൻട്രസ്റ്റിനും കഴിവിനും അനുസരിച്ചായിരിക്കും, താല്പര്യത്തിനും കഴിവിനും അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമുണ്ടെങ്കിൽ, ആ മേഖലയിൽ കഴിവുണ്ടെങ്കിൽ അയാൾക്ക് കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുക്കാം. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ താല്പര്യമുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൽ കഴിവുണ്ട്, അവർക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് എടുക്കാം. ഇനി ഒരു വിദ്യാർത്ഥിക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലാണ് താല്പര്യം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നല്ല കഴിവുണ്ട്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മേഖലയിൽ തുടർപഠനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് കൊമേഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുക്കാം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് മേഖല പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവർക്ക് കൊമേഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുക്കാം. ഈ ഒരു അർത്ഥത്തിൽ താല്പര്യവും കഴിവും
മനസ്സിലാക്കിയതിനു ശേഷമാണ് ഏത് കോമ്പിനേഷൻ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുത്താൽ പ്രത്യേകിച്ച് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, അക്കൗണ്ടൻസി പഠനത്തെ മാത്തമാറ്റിക്സ് സഹായിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും മാത്തമാറ്റിക്സിൽ ഹയർ സ്റ്റഡീസിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുത്താൽ BSc മാത്തമാറ്റിക്സ്, MSc മാത്തമാറ്റിക്സ് എന്നുള്ള അർത്ഥത്തിൽ പോകാൻ പറ്റും. ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ മാത്സ് ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ +2 തലത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും പഠിച്ച് സയൻസ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ്, +2 ശേഷം ചാർട്ടേഡ് കോഴ്സുകളായ CA, CMA, ACCA തുടങ്ങിയ കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് നല്ലതാണ്. മറ്റൊരു അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ BA എക്കണോമിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകൾ. മാത്രവുമല്ല, ഏത് മത്സര പരീക്ഷകൾക്ക് ആണെങ്കിലും ഏത് പ്രവേശന പരീക്ഷകൾക്കാണെങ്കിലും മാത്തമാറ്റിക്കൽ സ്കിൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ കൊമേഴ്സ് മാത്തമാറ്റിക്സിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് കൂടെ സ്വാഭാവികമായി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അഷിത് സാർ പറഞ്ഞതുപോലെ കൊമേഴ്സ് മേഖലയിലെ കരിയർ ഓപ്ഷൻസ് രണ്ടായിട്ട് തിരിക്കാം. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, സെക്കൻഡ് വൺ അഡ്മിനിസ്ട്രേഷൻ ഓർ മാനേജ്മെന്റ്. കൊമേഴ്സ് മേഖലയിലെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇന്നിവിടെ പറയാൻ പോകുന്ന കോഴ്സുകളിലേക്ക് മാത്രമേ കൊമേഴ്സ് സ്റ്റുഡൻസിന് പോകാൻ കഴിയൂ എന്നില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന കോഴ്സുകളിലേക്ക് മാത്രമേ കൊമേഴ്സ് സ്റ്റുഡൻസിന് പോകാൻ പറ്റുള്ളൂ എന്നില്ല. അതായത് ഇന്ന് കൊമേഴ്സ് മേഖലയിലെ ഓപ്ഷൻസ് നമ്മൾ പറയുന്നു. കൊമേഴ്സ് മേഖലയിൽ അല്ലാതെ സയൻസിന്റെ കുറഞ്ഞ മേഖലകളിലേക്കും ഇന്നലെ ഡിസ്കസ് ചെയ്ത ഹ്യൂമാനിറ്റീസിന്റെ മുഴുവൻ മേഖലകളിലേക്കും കൊമേഴ്സ് സ്റ്റുഡൻസിന് പോകാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, കൊമേഴ്സ് മേഖലയിലെ ഓപ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ കൊമേഴ്സ് മേഖലയിലേക്ക് സയൻസ് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വരാൻ പറ്റും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വരാൻ പറ്റും. ഇതാണ് കൊമേഴ്സ് മേഖലയിലെ ഓപ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് പോകാൻ പറ്റിയ സയൻസ് മേഖല കുറച്ചുണ്ട്. അത് ഇന്നിവിടെ പറയുന്നതല്ല, നാളെ നിങ്ങൾ ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് മേഖലയിലെ മുഴുവൻ മേഖലകളിലേക്കും കൊമേഴ്സ് സ്റ്റുഡൻസിന് പോകാൻ പറ്റും. അതും ഇന്നിവിടെ പ്രതിപാദിക്കുന്നില്ല, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ കൊമേഴ്സ് മേഖലയിലെ ഓപ്ഷൻസ്, ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്യൂർലി അക്കൗണ്ടന്റിനെ വാർത്തെടുക്കുന്ന കോഴ്സുകളാണ്. അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ്. വലിയ വലിയ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് പോസ്റ്റിലേക്ക്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തുടങ്ങിയ പോസ്റ്റിലേക്ക് വരാനുള്ള ഓപ്ഷനാണ്. ആദ്യത്തത് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്. ഈ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആവാൻ തന്നെ പ്രധാനമായിട്ടും രണ്ട് വഴികളുണ്ട്. ഫസ്റ്റ് വൺ ചാർട്ടേഡ് കോഴ്സസ്, സെക്കൻഡ് വൺ ഗ്രാജുവേറ്റ് കോഴ്സസ്. ചാർട്ടേഡ് കോഴ്സസ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CA, CMA, ACCA, CMA US തുടങ്ങിയ കോഴ്സുകൾ. രണ്ടാമത്തെ രീതി ഗ്രാജുവേറ്റ് കോഴ്സസ് ആണ്. പരമ്പരാഗതമായി നമ്മൾ കണ്ടുവരുന്ന 3 വർഷത്തെ BCom കോഴ്സ്. നമുക്ക് ആദ്യം ചാർട്ടേഡ് കോഴ്സുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്ലൈഡ് ചേഞ്ച് ചെയ്യൂ സർ. പ്രസന്റേഷൻ മോഡലാക്കൂ സർ. ഓക്കെ, നെക്സ്റ്റ് വൺ. യെസ്, ആദ്യം ചാർട്ടേഡ് കോഴ്സുകൾ എന്താണെന്ന് നോക്കാം. ചാർട്ടേഡ് കോഴ്സുകൾ എന്ത് എന്ന് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, ഇന്ത്യയിലെ ചാർട്ടേഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള കോഴ്സുകളാണ്. സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ നിയമം പാസ്സാക്കിയെടുത്ത കോഴ്സുകളാണ് ഇന്ത്യയിലെ ചാർട്ടേഡ് കോഴ്സുകൾ. ഫോർ എക്സാമ്പിൾ CA, CS, CMA തുടങ്ങിയവ എന്താണെന്ന് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, BA അല്ലെങ്കിൽ BCom, BBA, BSc നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോയിട്ട് പഠിക്കാറുണ്ട്. അതേപോലെ പഠിക്കുന്ന ഒരു സംവിധാനം പൊതുവെ ചാർട്ടേഡ് കോഴ്സുകൾക്കില്ല. ഇനി ഏതെല്ലാമാണ് ചാർട്ടേഡ് കോഴ്സുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. സെക്കൻഡ് വൺ CS, കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ്. തേർഡ് വൺ CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഫോർത്ത് വൺ ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. Another one CIMA, Chartered Institute of Management Accountant. Then CPA, Certified Public Accountant. Then CMA US, Certified Management Accountant. Then ATC, Accounting Technician course. Then CAT, Certified Accounting Technician.
ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ ചാർട്ടേഡ് കോഴ്സുകളായിട്ട് ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. അക്കൗണ്ടിംഗ് മേഖലയിലേക്ക് വരാനുള്ള രണ്ടാമത്തെ വഴിയാണ് നമ്മൾ പറഞ്ഞു ബികോം, ബാച്ചലർ ഓഫ് കൊമേഴ്സ്, 3 വർഷത്തെ ഡിഗ്രി കോഴ്സ്. ഇത് നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കേരളത്തിനകത്തും പുറത്തും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ബികോം 3 വർഷത്തെ ഡിഗ്രി ചെയ്തിട്ട് അക്കൗണ്ടിംഗ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് വരാൻ പറ്റും. ഇനി നമുക്ക് ചാർട്ടേഡ് കോഴ്സുകൾ വളരെ ചുരുക്കി കുറച്ചധികം കോഴ്സുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാനുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന ബോഡിയാണ് ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് നടത്തുന്നത്. ഈ കോഴ്സ് വിശദീകരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. പൊതുവെ CA കുറിച്ച് വിദ്യാർത്ഥികൾ കേട്ടിരിക്കുക എക്സാം ടഫാണ്, അതുപോലെ തന്നെ പാസ് പെർസെന്റേജ് കുറവാണ് എന്നുള്ളതാണ്. 100% ശരിയാണ്, എക്സാം ടഫാണ്, പാസ് പെർസെന്റേജ് കുറവാണ്. പക്ഷെ ഇതൊന്നും ആർക്കും നേടാൻ കഴിയാത്ത ഒരു കോഴ്സ് അല്ല. വളരെ സിസ്റ്റമാറ്റിക് ആയി സയന്റിഫിക് ആയി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചാർട്ടേഡ് കോഴ്സുകളായ CA, CS, CMA തുടങ്ങിയവ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചാർട്ടേഡ് കോഴ്സിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ CA കോഴ്സിന് 3 സ്റ്റേജസ് ആണുള്ളത്. ലെവൽ 1 ഫൗണ്ടേഷൻ, ലെവൽ 2 ഇന്റർമീഡിയറ്റ് ആൻഡ് ലെവൽ 3 ഫൈനൽ. ഒന്നാമത്തെ ലെവൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CAക്കുള്ള. വർഷത്തിൽ 2 പ്രാവശ്യം മെയ്, നവംബർ മാസങ്ങളിൽ ഇത് എഴുതാൻ പറ്റും. 4 പേപ്പറാണ് ഫൗണ്ടേഷനിൽ ഉള്ളത്. കൊമേഴ്സ് മാത്സ് എടുത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 3 പേപ്പർ +1 +2 പഠിച്ചു കഴിയും. ഒന്ന് എക്കണോമിക്സ്, മറ്റൊന്ന് അക്കൗണ്ടൻസി, മറ്റൊന്ന് മാത്തമാറ്റിക്സ്. 4th പേപ്പർ +2 തലത്തിൽ പഠിക്കാനുള്ള സംവിധാനമില്ല. അത് ബിസിനസ് അല്ലെങ്കിൽ കമ്പനി ലോ റിലേറ്റഡ് പേപ്പേഴ്സ് ആണ്. ദെൻ ആ ലെവൽ അഥവാ ഫൗണ്ടേഷൻ എൻട്രൻസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെവലിന് പറയുക ഇന്റർമീഡിയറ്റ് എന്നാണ്. ഇവിടെ 8 പേപ്പറുകളാണുള്ളത്. 4+4. 8 പേപ്പറിനെ 4+4 എന്ന് പറയാൻ കാരണം 4 പേപ്പർ വീതം 2 ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ പ്രത്യേകത 4 പേപ്പർ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചെഴുതി എക്സാം പാസ്സാവണം. നിങ്ങൾ 4 പേപ്പർ എഴുതി 3 പേപ്പർ പാസ്സായി 1 പേപ്പർ തോറ്റാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ 4 പേപ്പറും എഴുതേണ്ടതുണ്ട്. ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ നമുക്ക് 3 വർഷത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. അതിന് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയും. ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടിന് കീഴിൽ തുടർച്ചയായിട്ട് 3 വർഷം പ്രാക്ടീസ് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിലെത്തി. അതിന് പറയാ ഫൈനൽ എന്നാണ്. ഇവിടെയും 4+4 8 പേപ്പറുകളാണ് പഠിക്കാനുള്ളത്. ദെൻ രണ്ടാമത്തെ ചാർട്ടേഡ് കോഴ്സാണ് കമ്പനി സെക്രട്ടറിഷിപ്പ് അഥവാ CS. നേരത്തെ പറഞ്ഞു CA പ്യൂർലി അക്കൗണ്ടന്റിനെ വാർത്തെടുക്കുന്ന കോഴ്സ് ആണെങ്കിൽ CS എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് കമ്പനിയെ സഹായിക്കുന്ന പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുന്ന കോഴ്സാണ്. ദെൻ നേരത്തെ CA പറഞ്ഞതുപോലെ CS-നും 3 സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജ് 1 കമ്പനി സെക്രട്ടറിഷിപ്പ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, CSEET അഥവാ CS-ന്റെ എൻട്രൻസ് എക്സാമിനേഷൻ. സെക്കൻഡ് 1 എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആൻഡ് തേർഡ് 1 പ്രൊഫഷണൽ പ്രോഗ്രാം. നേരത്തെ CAക്ക് ഫൗണ്ടേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞതുപോലെ CS-നുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CSEET. ഇതിലും 4 പേപ്പറാണുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരും എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. ഇവിടെ 8 പേപ്പറാണ് 4+4. CAക്ക് പറഞ്ഞതുപോലെ 4 പേപ്പറുകളുടെ 2 ഗ്രൂപ്പ്. ഇവിടെയും ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ട്രെയിനിങ് ഉണ്ട്. CAക്ക് പറഞ്ഞതുപോലെ CAക്ക് തുടർച്ചയായിട്ട് 3 വർഷമാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. 15 മാസത്തെ ട്രെയിനിങ് ആണ് CS-ന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് സ്റ്റേജ് പ്രൊഫഷണൽ പ്രോഗ്രാം എന്ന് പറയും. ഇവിടെ 3+3+3 3 പേപ്പർ വീതം 3 ഗ്രൂപ്പുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഒരാൾക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊരു ചാർട്ടേഡ് കോഴ്സാണ് CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയും. നേരത്തെ CA പറഞ്ഞു പ്യൂർലി അക്കൗണ്ടന്റിനെ വാർത്തെടുക്കുകയാണ്. രണ്ടാമത് പറഞ്ഞു CS കമ്പനിയുടെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് കമ്പനിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൈസിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇവിടെ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് 1 ഫൗണ്ടേഷൻ, സെക്കൻഡ് 1 ഇന്റർമീഡിയറ്റ് ആൻഡ് തേർഡ് 1 ഫൈനൽ. ഫൗണ്ടേഷൻ നേരത്തെ CAക്കും CS-നും പറഞ്ഞതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. 4 പേപ്പറുകളാണുള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് ഇന്റർമീഡിയറ്റ് ആണ്. ഇവിടെയും 4+4 8 പേപ്പറുകളാണ്. ദ ലാസ്റ്റ് 1 ഫൈനൽ. ഇവിടെയും 4+4 8 പേപ്പറുകളാണ്.
CAക്കും CS-നും പറഞ്ഞതുപോലെ CMAക്കും നമ്മൾ ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ഒരു കമ്പാരിസൺ CA വേഴ്സസ് CS വേഴ്സസ് CMA. നേരത്തെ പറഞ്ഞു പ്യൂർലി അക്കൗണ്ടന്റിന്റെ വാർത്തെടുക്കുന്ന കോഴ്സാണ് CA. കമ്പനിയുടെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് കമ്പനിയെ സഹായിക്കുകയാണ് CS-കാരൻ ചെയ്യുന്നത്. ദെൻ കോസ്റ്റിംഗ് പ്രൈസിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുകയാണ് CMA-കാർ ചെയ്യുന്നത്. ദെൻ നല്ലവണ്ണം അക്കൗണ്ടിങ് റൂൾസ് ഒക്കെ പരിചയമുള്ള ഒരാൾക്ക് CA-യിൽ ഷൈൻ ചെയ്യാൻ പറ്റും. നല്ല ലാംഗ്വേജ് സ്കില്ലുള്ള ഒരാൾക്ക് CS-ലേക്ക് വരാം. അതുപോലെ തന്നെ നല്ല ലോജിക്കും റീസണിങ് കപ്പാസിറ്റിയും ഒക്കെ ഉള്ള ആൾക്ക് CMA ചെയ്യാം. ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, പൊതുവെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് +2 കഴിഞ്ഞ് നേരിട്ട് CAക്ക് അല്ലെങ്കിൽ CS-ന് അല്ലെങ്കിൽ CMA-ക്ക് പോകണോ അല്ല ഡിഗ്രിക്ക് ശേഷം പോകണോ എന്നുള്ളത്. ഇവിടെ നല്ല കപ്പാസിറ്റി ഉണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും +2 കഴിഞ്ഞ് നേരിട്ട് ഈ കോഴ്സുകൾക്ക് പോകുന്നതാണ് നല്ലത്. പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രി BCom രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. കാരണം ഡിഗ്രി കഴിഞ്ഞാൽ CA-യുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും, പക്ഷേ 3 വർഷം എടുക്കും. നിങ്ങൾ +2 കഴിഞ്ഞ് നേരിട്ട് പോവുകയാണെങ്കിൽ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് CA-യുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരാൻ പറ്റും. ദെൻ CS-ന് നേരത്തെ ഡിഗ്രി കഴിഞ്ഞവർക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരാമായിരുന്നു. ഇപ്പോൾ അതും സാധ്യമല്ല. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരും ഫസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ CSEET എഴുതണം. അതുകൊണ്ടും +2 കഴിഞ്ഞ് നേരിട്ട് പോകുന്നതാണ് നല്ലത്. അതേപോലെ തന്നെയാണ് CMA-യുടെ കേസിലും. ഇനി നമുക്ക് കുറച്ച് വിദേശ ചാർട്ടേഡ് കോഴ്സുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. ഇന്ത്യയിലെ CA പോലെ UK ബേസ്ഡ് ബോഡി നൽകുന്ന ഒരു ചാർട്ടേഡ് കോഴ്സാണ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സാണ് ACCA. ദെൻ ലോകത്ത് 180-ലധികം രാജ്യങ്ങളിൽ ACCA അംഗീകരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ CA എന്നും ACCA പറയാറുണ്ട്. ACCAക്ക് പ്രധാനമായിട്ട് 3 ലെവൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോളജ്, സെക്കൻഡ് വൺ സ്കിൽസ് ആൻഡ് തേർഡ് വൺ പ്രൊഫഷണൽ. മൊത്തത്തിൽ 13 പേപ്പറുകളാണ് ഈ കോഴ്സിന് ഉള്ളത്. പൊതുവെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് CA വേണോ അല്ലെങ്കിൽ ACCA വേണോ എന്നുള്ളത്. അതും നമുക്ക് CA വേഴ്സസ് ACCA എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പഠനം എന്നുള്ള അർത്ഥത്തിൽ ACCA-യുടെ പ്രത്യേകത ഇൻഡിവിജ്വൽ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓരോ പേപ്പർ ഇഷ്ടമുള്ള സമയത്ത് എഴുതിയെടുക്കാം. CA നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് കഴിയില്ല. ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യണം. ഒരു ഗ്രൂപ്പിൽ 4 പേപ്പർ ഉണ്ടെങ്കിൽ 4ഉം ഒന്നിച്ചെഴുതി പാസ്സാവണം. അതേ സമയം ACCA അത് ആവശ്യമില്ല. ദെൻ ജോലി എന്നുള്ള അർത്ഥത്തിൽ ACCA CA കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതുപോലെ തന്നെ സൈനിങ് അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി പവർ അതൊക്കെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ CA ചെയ്യുന്നതാണ് നല്ലത്. അതേസമയം ഒരാൾ വിദേശ മാർക്കറ്റിലാണ് ജോലിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ അയാൾക്ക് ACCA ചെയ്യുന്നതാണ് നല്ലത്. ദെൻ മറ്റൊരു ചാർട്ടേഡ് കോഴ്സാണ് CIMA, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇന്ത്യയിൽ CMA ഉള്ളതുപോലെ UK ബേസ്ഡ് ഒരു കോസ്റ്റ് മാനേജ്മെന്റ് കോഴ്സാണ് CIMA, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഓപ്പറേഷണൽ ലെവൽ, സെക്കൻഡ് വൺ മാനേജ്മെന്റ് ലെവൽ, തേർഡ് വൺ സ്ട്രാറ്റജിക് ലെവൽ. 9 പേപ്പറുകളാണ് ഈ കോഴ്സിനുള്ളത്. ഒരു വിദ്യാർത്ഥി ഡിഗ്രിക്ക് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ 9 പേപ്പർ. ദെൻ +2 കഴിഞ്ഞ് ഈ കോഴ്സ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 പേപ്പർ വേറെ ചെയ്യേണ്ടതുണ്ട്. ടോട്ടൽ 16 പേപ്പർ വരും. ദെൻ മറ്റൊരു ചാർട്ടേഡ് കോഴ്സാണ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഇന്ത്യയിൽ CA പോലെ UK-ലെ ACCA പോലെ US-ലെ കോഴ്സാണ് CA കോഴ്സാണ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഇത് പൊതുവെ 4 സെക്ഷൻസ് ആയിട്ടാണ് ഇതിന്റെ സ്ട്രക്ചർ പറയുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 4. ദെൻ സാധാരണ മറ്റൊരു കോഴ്സ് CMA US. CMA ഇന്ത്യയും ഉണ്ട്, CMA US-ഉം ഉണ്ട്. ഇന്ത്യയിലെ CMA-യുടെ ഫുൾ ഫോം കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ്. ദെൻ US-ലെ CMA-യുടെ ഫുൾ ഫോം സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ്. ഇതിൽ 2 പേപ്പർ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 1 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ആക്ച്വലി ഇതൊരു PG കോഴ്സാണ്, ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അവാർഡ് ചെയ്യുന്നത്. പക്ഷെ +2 കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കോഴ്സ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതിന്റെ ഒരു പ്രത്യേകത 1 വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ 75% ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 25% ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് ഉള്ളൂ. നെക്സ്റ്റ് വൺ, സാധാരണ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ത്യൻ CMA ചെയ്യണോ അതോ US CMA ചെയ്യണോ എന്നുള്ളത്. പഠനം എന്നുള്ള അർത്ഥത്തിലും ജോലി എന്നുള്ള അർത്ഥത്തിലും ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യണം എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
CMA ഇന്ത്യ ചെയ്യുന്നതാണ് നല്ലത്. വിദേശ മാർക്കറ്റിലേക്കാണ് ജോലിക്ക് ഒരാൾ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ CMA US ചെയ്യുന്നതാണ് നല്ലത്. പഠനം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ CMA ഇന്ത്യക്ക് 20 പേപ്പർ ക്ലിയർ ചെയ്യണം. അതേസമയം CMA US-ന് 2 പേപ്പറുകൾ മാത്രം ക്ലിയർ ചെയ്താൽ മതി. ദെൻ 1-2 ചാർട്ടേഡ് കോഴ്സുകൾ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ കോഴ്സ്, ATC. ഇതിന്റെ പ്രത്യേകത CA തോൽക്കുന്നതും ഒരു ക്വാളിഫിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് CA തോൽക്കുന്നതും ക്വാളിഫിക്കേഷൻ ആണ് എന്ന് നമുക്ക് താഴത്തെ സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം CAക്ക് 3 സ്റ്റേജ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ ഇന്റർമീഡിയറ്റ്, തേർഡ് വൺ ഫൈനൽ. സെക്കൻഡ് സ്റ്റേജ് ഇന്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുകളിലായിട്ട് 8 പേപ്പർ ഉണ്ട്. ഒരു വിദ്യാർത്ഥി ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു, ദെൻ CA ആയി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പ്രയാസപ്പെടുകയാണ്. ദെൻ 3 വർഷത്തെ ട്രെയിനിങ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 1 വർഷവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ATC. CA-കാരൻ എന്ന് പറയുന്നത് പോലെ, CA-കാരി എന്ന് പറയുന്നത് പോലെ ATC-കാരൻ അല്ലെങ്കിൽ ATC-കാരി എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. ജൂനിയർ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ATC ഈസ് മോർ ഇനഫ്. ഇതാണ് മറ്റൊരു കോഴ്സ്, CA നടത്തുന്ന അതേ ബോഡി നടത്തുന്ന ഒരു കോഴ്സാണ്. മറ്റൊന്നാണ് CAT, സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ. നേരത്തെ നമ്മൾ CMA പറഞ്ഞു, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്, ഇന്ത്യൻ CMA. ICMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് കോഴ്സ് നൽകുന്നത്. അവർ നടത്തുന്ന ഒരു ഷോർട്ട് ടേം കോഴ്സാണ് സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ അഥവാ CAT. ഇതിൽ പ്രധാനമായിട്ടും 2 ലെവലാണുള്ളത്. ഫസ്റ്റ് വൺ എൻട്രി ലെവൽ, സെക്കൻഡ് വൺ കോമ്പിറ്റൻസി ലെവൽ. എൻട്രി ലെവലിൽ 4 പേപ്പറുകൾ ഉണ്ട്, കോമ്പിറ്റൻസി ലെവലിൽ 3 പേപ്പറുകൾ. ദെൻ ഇതിൽ എൻട്രി ലെവലിലെ 4 പേപ്പർ ക്ലിയർ ചെയ്താൽ CMA-യുടെ 2ാമത്തെ സ്റ്റേജിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, CMA-യുടെ 2ാമത്തെ സ്റ്റേജിലേക്ക് നേരിട്ട് പ്രവേശിക്കണമെങ്കിൽ, എൻട്രൻസ് എഴുതാതെ വരണമെങ്കിൽ +2-ന് ശേഷം 3 വർഷത്തെ ഡിഗ്രി കഴിയണം. അതേസമയം ഈ കോഴ്സ് 4 പേപ്പർ ക്ലിയർ ചെയ്താൽ CMA-യുടെ 2ാമത്തെ സ്റ്റേജിലേക്ക് നേരിട്ട് വരാൻ പറ്റും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചാർട്ടേഡ് കോഴ്സുകളായിട്ട് വിശദീകരിക്കാനുള്ളത്. ഇനിയും ഒരുപാട് ചാർട്ടേഡ് കോഴ്സുകൾ ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. അത് നിങ്ങൾ +1 +2 പഠിക്കുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ CFP, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, ദെൻ CIA, സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ, ദെൻ വീണ്ടും CIA, സർട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ അനലിസ്റ്റ്, ദെൻ CFA, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, then CPM, certified purchase manager, then CWM, certified wealth manager. ഈ രീതിയിൽ ഒരുപാട് കോഴ്സുകൾ ഇനിയും നിങ്ങൾക്ക് ലഭ്യമാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അതായത് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് തന്നെ അക്കൗണ്ടന്റ് ആവാൻ 2 മാർഗമുണ്ട്. ഫസ്റ്റ് വൺ ചാർട്ടേഡ് കോഴ്സുകൾ നമ്മൾ കുറച്ച് അല്പം വിശദീകരിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2ാമത്തെ വഴിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി. കൊമേഴ്സ് മേഖലയിൽ അക്കൗണ്ടന്റ് ആവാനുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ BCom, 3-year ഡിഗ്രി. BCom 3 വിധത്തിൽ ഇന്ത്യയിൽ ലഭ്യമാണ്. BCom ഹോണേഴ്സ് ഉണ്ട്, BCom പ്രൊഫഷണൽ ഉണ്ട്, BCom സാധാ രീതിയിലുണ്ട്. BCom ഹോണേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും കോഴ്സ്. ഇൻഡെപ്ത് സ്റ്റഡി, ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ടാവും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സിലബസുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. BCom പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സുകളുണ്ട്. CA, CS, CMA, ACCA, അത്തരം കോഴ്സുകൾ കൂടെ BCom-നോടൊപ്പം നൽകും. ഇത് പൊതുവെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെയാണ് നൽകുന്നത്. ദെൻ സാധാരണ കേരളത്തിലാണെങ്കിൽ നമ്മൾ BCom എന്ന് മാത്രമാണ് പറയുക. ഇത് എൻട്രൻസ് എക്സാമിനേഷൻ ഉള്ളതുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാത്തതുണ്ട്. കേരളത്തിൽ പൊതുവെ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല BCom-ന്. കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ദെൻ BCom-ന് വ്യത്യസ്ത സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധർ ചെയ്യേണ്ടതില്ല. നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങി BCom ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേസമയം BCom കോർപ്പറേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിലേക്കൊക്കെ ജോലിക്ക് പ്രിഫറൻസ് ഉണ്ടാവുന്നതാണ്. ഇത്രയുമാണ് അക്കൗണ്ടിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാനുള്ളത്. ദെൻ കുറച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. BCom-ന് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള താഴെ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ SRCC, ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സ്, ഹാൻസ്രാജ് കോളേജ്, ഹിന്ദു കോളേജ്, രാംജാസ് കോളേജ്, സാക്കിർ ഹുസൈൻ കോളേജ്, ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൻ തുടങ്ങിയവ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ BCom ചെയ്യാൻ പറ്റിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ദെൻ ഇനി കൊമേഴ്സ് മേഖലയിൽ അവസാനമായിട്ട് പറയാനുള്ളത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലയാണ്. വലിയ വലിയ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് വരാനുള്ള ഓപ്ഷനാണ്
ഇത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുഹൃത്ത് അഷിസ് സാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംവദിക്കും. ഓവർ ടു യു അഷിസ് സാർ. താങ്ക് യു സാർ. കേൾക്കാലോ? യെസ് യെസ്. ഭാസ്കർ സാറ് വളരെ വിശദമായി തന്നെ ചാർട്ടേഡ് കോഴ്സുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ബികോം ഗ്രാജുവേറ്റ് കോഴ്സുകളെ കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കൊമേഴ്സ് കുട്ടികൾക്ക് പോകാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മേഖലയാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് മേഖല എന്ന് പറയുന്നത്. പൊതുവെ ബികോം ഗ്രാജുവേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് കൺവെൻഷണൽ ഡിഗ്രികളിൽ പ്രൊഫഷണൽ ടച്ചുള്ള കോഴ്സ് എന്നാണ് ബികോമിനെ കുറിച്ചിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് മേഖലയിലായാലും നമ്മൾക്ക് മാനേജ്മെന്റ് ഉപരിപഠനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ബികോം ആണ് നിങ്ങളുടെ മുന്നിൽ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഏറ്റവും നല്ലത് ബികോം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാരണം കൺവെൻഷണൽ കോഴ്സുകളിൽ പ്രൊഫഷണൽ ടച്ചുള്ള കോഴ്സാണ് ബികോം എന്നുള്ളത്. അതിന് ബികോം കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ എംകോം അതുപോലെ തന്നെ MBA കോഴ്സുകളൊക്കെ ചെയ്യാം. BBA പോലെയുള്ള കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപരിപഠന സാധ്യത കൂടുതലും മാനേജ്മെന്റ് തലത്തിലേക്കാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മാനേജ്മെന്റ് തലത്തിൽ വരുന്ന ഗ്രാജുവേഷൻ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് BBA ആണ്, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. മറ്റൊന്ന് BBM, ബാച്ചുലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. മറ്റൊന്ന് BBS, ബാച്ചുലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ്. മറ്റൊന്ന് ബാച്ചുലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്രാജുവേറ്റ് കോഴ്സുകൾ നമുക്ക് മാനേജ്മെന്റ് തലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഏത് ഗ്രാജുവേഷൻകാർക്കും പോകാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകളാണ് ഇപ്പോൾ MBA തലത്തിലുള്ളത്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി അല്ല എങ്കിൽ നമുക്ക് PG ഡിപ്ലോമ കോഴ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് പോലെയുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി PG കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് PhD, ഡോക്ടറേറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ ഫെലോഷിപ്പുകളൊക്കെ ചെയ്യാം. ഇനി +2 കഴിഞ്ഞ കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷനാണ് നേരിട്ട് ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് പോകാന്നുള്ളത്. ഇന്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി BBA MBA ഡിഗ്രിയിലേക്ക് +2 കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് പറയാനുള്ള പ്രധാന കാരണം, ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്കറിയാം, IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലേക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം CAT എക്സാം, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എക്സാം എഴുതിയിട്ട് പോകുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ കുറവാണ് +2 ശേഷം നേരിട്ട് ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകളിലേക്ക് പോകുന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടും 5 IIMകളിൽ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്, MBA കോഴ്സുകളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. IIM ഇൻഡോർ, IIM റോട്ടക്, IIM റാഞ്ചി, IIM ജമ്മു, IIM ബോധ്ഗയ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകളാണ്. ഇവിടേക്കുള്ള +2 ശേഷം നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് BBA MBA ഡ്യുവൽ ഡിഗ്രി ആണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നഴ്സിംഗ് മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസ്, OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ഇന്റഗ്രേറ്റഡ് PG BBA MBA ഡ്യുവൽ ഡിഗ്രി നൽകുന്ന സ്ഥാപനങ്ങളാണ്. ഇനി നമ്മൾക്ക് ഗ്രാജുവേഷന് ശേഷം MBA പോലെയുള്ള അല്ലെങ്കിൽ PG തലത്തിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. IIT പൊതുവെ നമ്മൾ സയൻസ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എങ്കിൽ നമുക്ക് അവിടെ MBA കോഴ്സുകളിൽ നിന്നുള്ള തിരിച്ചറിയാം. NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതോടൊപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റികളിലും മാനേജ്മെന്റ് തലത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥാപനമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. നമുക്ക് കൊച്ചിയിൽ ചാപ്റ്റർ ഉണ്ട്. ഗ്രാജുവേഷൻ കോഴ്സുകൾ BBA ഏവിയേഷൻ, BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലെയുള്ള കോഴ്സുകൾ നമുക്ക് അവിടെ ലഭിക്കും. അതോടൊപ്പം തന്നെ PG കോഴ്സുകൾ
ഷിപ്പിംഗ്, പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് പോലെയുള്ള കോഴ്സുകളിൽ PG സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. IMEയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ കാറ്റ് അല്ലെങ്കിൽ മാറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിക്കുന്നത്. മറ്റൊരു സ്ഥാപനം ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന 50ഓളം സ്ഥാപനങ്ങൾ. അവിടെ കോഴ്സ് BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഏത് +2കാർക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. എൻട്രൻസ് എക്സാം JEE ആണ്. നമ്മൾ നേരത്തെ IIT-കളിലേക്ക് JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പറയുന്നത് ആ JEE അല്ല, ഇത് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന JEE എക്സാം ആണ്. അപ്പൊ JEE എക്സാം ക്വാളിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് 6 സെമസ്റ്ററിലായിട്ട് നടക്കുന്ന കോഴ്സിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. മറ്റൊരു സ്ഥാപനം ടൂറിസം മേഖലയിലുള്ള കേരളത്തിലുള്ള ഒരു പ്രശസ്തമായ സ്ഥാപനമാണ് KITS എന്ന് പറയുന്നത്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. ഗ്രാജുവേഷൻ കോഴ്സുകളും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കോഴ്സുകളും നേടാൻ പറ്റുന്ന നല്ലൊരു സ്ഥാപനമാണ് KITS എന്നുള്ളത്. പ്രൈവറ്റ് സെക്ടറിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്, മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ്. ഒന്ന് സിംബയോസിസ് പൂനെ, XLRI ജാംഷഡ്പൂർ, SRM യൂണിവേഴ്സിറ്റി ചെന്നൈ, അമിറ്റി ബിസിനസ് സ്കൂൾ ഓഫ് നോയിഡ, VIT ബിസിനസ് സ്കൂൾ വെല്ലൂർ, SB ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റിസർച്ച് മുംബൈ പോലെയുള്ള സ്ഥാപനങ്ങൾ. അതോടൊപ്പം നമ്മൾ കേരളത്തിലേക്ക് പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വന്തം IIM നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഗ്രാജുവേഷന് ശേഷം നമ്മൾക്ക് MBA സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, അതോടൊപ്പം NIT സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് NIT കാലിക്കറ്റ്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ക്യാമ്പസ്, ക്വിസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, അതോടൊപ്പം കേരളത്തിലുള്ള ഒരുവിധ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും. പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് കേരളത്തിൽ രാജഗിരി സെന്റർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് കൊച്ചിൻ, SCMS കൊച്ചിൻ സ്കൂൾ ഓഫ് ബിസിനസ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ്. പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകൾ നമ്മളിപ്പോൾ ഇത്രയും കോഴ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി മാനേജ്മെന്റ് മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഇന്റഗ്രേറ്റഡ് PGയിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ IP മാറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമുകളാണ് +2-ന് ശേഷം എഴുതിയിട്ട് നേരിട്ട് ഡ്യുവൽ ഡിഗ്രിയിലേക്ക് വേണ്ടി വരുന്നത്. IIM-ലേക്കാണെങ്കിൽ ഗ്രാജുവേഷന് ശേഷം ഏത് ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും ഈ രാജ്യത്ത് 20 IIM-കളാണ് ഉള്ളത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അവിടത്തേക്കുള്ള പ്രവേശന പരീക്ഷ എന്ന് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന CAT എക്സാം ആണ്. ഇനി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിലേക്കുള്ളതാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന MAT എക്സാം ആണ് എഴുതേണ്ടത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വരുന്നതിനാണെങ്കിൽ CMAT ആണ് എഴുതേണ്ടത്. കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ എഴുതേണ്ട എക്സാം KMAT ആണ്. ഇനി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് പോയി പഠിക്കാനാണെങ്കിൽ ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന GMAT എഴുതണം. സേവിയർ ലേബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് SAT എഴുതാം. സിംബയോസിസ് ബിസിനസ് മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നമ്മൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ SNAP പോലെയുള്ള എക്സാമുകൾ എഴുതിയിട്ട്, എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ട് PG തലത്തിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി കുറച്ച് ഓപ്ഷൻസ് ബിരുദ തലത്തിലും അതോടൊപ്പം തന്നെ PG തലത്തിലും ഇത് കൂടാതെയുള്ള ഓപ്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നമുക്ക് സംശയ നിവാരണത്തിന്റെ ഭാഗമായിട്ട് വിശദമായി ചർച്ച ചെയ്യാം. പ്രധാനപ്പെട്ട മേഖലകൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ബാങ്കിങ് മേഖലയിൽ കോമേഴ്സ് ഗ്രാജുവേറ്റ്സിന് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. ഗ്രാജുവേഷൻ തലത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഇൻഷുറൻസ് ആൻഡ് ആക്ച്വറൽ സയൻസ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഓൺടർപ്രണർഷിപ്പ്, ഇ-കൊമേഴ്സ് പോലെയുള്ള മേഖലകളാവാം. ഇനി അല്ലെങ്കിൽ BPO ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, ഇന്റർനാഷണൽ ബിസിനസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റ് റിസർച്ച്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലെയുള്ള മേഖലകളിലേക്ക് വരാം. ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ബിരുദ തലത്തിലും അതോടൊപ്പം തന്നെ ഇനി അത് കഴിഞ്ഞതിന് ശേഷം PG തലത്തിലും മാനേജ്മെന്റ് കോഴ്സുകൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഇത് നിങ്ങൾ തിരിച്ചറിയാം. ഇത്രയുമാണ് മാനേജ്മെന്റുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊരു പരുന്തിന്റെ ചിത്രമാണ്. ഒരു പരുന്തിന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 70 വയസ്സാണ്. 40 വയസ്സാകുന്ന സമയത്ത് പരുന്തിന്റെ കൊക്ക് വളയും, കാലിലുള്ള നഖങ്ങൾ വളയും, ചിറകുകൾക്ക് തൂവലുകൾക്ക് ഭാരമേറിയിട്ട് പരുന്തിന് പറക്കാൻ പറ്റാതാവും. പരുന്ത് ഇര പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും മുകളിലാണെങ്കിലും പരുന്തിന്റെ ദീർഘദൃഷ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏറ്റവും മുകളിലാണെങ്കിലും വെള്ളത്തിൽ
വെള്ളത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ താഴെയുള്ള തൻ്റെ ഇരയെ കാലുകൊണ്ട് പൊക്കി പറന്നു പോകുന്ന പരുന്തിനെ നമ്മൾ കണ്ടതാണ്. പരുന്ത് 40 വയസ്സാകുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പാറമടയിൽ പോയി ഒളിച്ചിരുന്നു കൊണ്ട് തൻ്റെ വളഞ്ഞ കൊക്കങ്ങ് ഒരു പാറയിൽ ഉരസി പൊട്ടിച്ചു കളയും. പുതിയ കൊക്ക് വളർന്നു വന്നു കഴിഞ്ഞാൽ വളഞ്ഞ കാലിലെ നഖങ്ങൾ മുഴുവൻ പറിച്ചു കളയും. പുതിയ നഖം വളർന്നു വന്നു കഴിഞ്ഞാൽ തൻ്റെ ഭാരമേറിയ പറക്കാൻ സാധിക്കാത്ത തൂവലുകൾ പറിച്ചു ചെയ്യും. പുതിയ തൂവലുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 30 വർഷം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ട് പരുന്ത് തുടരുകയാണ്. അപ്പൊ നമ്മുടെ മുന്നിലും വളരെ കുറച്ച് സമയമാണ് ഉള്ളതെങ്കിലും വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി സാധിക്കും. അതുതന്നെയാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്. യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്, ആൻഡ് ഷ്യൂർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ വേണ്ടി കഴിയില്ല, പക്ഷേ നിങ്ങളുടെ ശീലങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ മാറുന്നത് വഴി നിങ്ങളുടെ ഭാവിയിലും മാറ്റമുണ്ടാവും. എൻ്റെ മുന്നിലിരിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കോമേഴ്സിന്റെ ഉപരിപഠന സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇത്രയും സമയം കണ്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ മുന്നേറുക എന്നുള്ളതാണ്. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അസ്കർ സാർ. ഇല്ല, ഇനി പ്രത്യേകിച്ച് ആഡ് ചെയ്യാനില്ല. ഇനി ക്വസ്റ്റ്യൻ സെഷനിലേക്ക് വരാം. അതിന് മുന്നേ ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. പൊതുവെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് CAക്ക് പോകണോ അല്ലെങ്കിൽ MBAക്ക് പോകണോ എന്നുള്ളത്. അപ്പം അത് എൻ്റർലി ഡിഫറെന്റ് ആയ 2 മേഖലകളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പും കൂടെ കണ്ടതിന് ശേഷമാണ് തീരുമാനം എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റും. അതേസമയം ഇൻട്രോവേർട്ടായ ഒരു വിദ്യാർത്ഥിക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാൻ MBA ചെയ്തത് കൊണ്ട് കാര്യമല്ല. കാരണം അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് മേഖലയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡിസിഷൻ മേക്കിംഗ് പവർ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ഇത്തരം സോഫ്റ്റ് സ്കിൽ, ലൈഫ് സ്കിൽ എന്ന് പറയുന്ന കുറെ ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് പേഴ്സണാലിറ്റി ടൈപ്പ് എന്ത് എന്നും കൂടെ കണ്ടറിഞ്ഞതിന് ശേഷമാണ് ഈ അക്കൗണ്ടിങ് മേഖലയിലേക്ക് വരണോ അല്ല മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് വരണോ എന്ന് തീരുമാനമെടുക്കേണ്ടത്. ആ ഒരു കാര്യം കൂടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോലെ ധനീഷ് സാർ. അതെ, നമുക്ക് ഇതുവരെ പക്ഷേ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. വളരെ അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ വിശദമായിട്ട് അഷിത് സാറും അസ്കർ സാറും ഈ കൊമേഴ്സ് മേഖലയെ പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട്, അത് മാനേജ്മെന്റ് ആകട്ടെ അക്കൗണ്ടിങ് ആകട്ടെ, എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് അവർ വളരെ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി സംശയങ്ങൾ ചോദിക്കാവുന്ന ഒരു സെഷനാണ്. അപ്പൊ അതിൽ പരമാവധി ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്നാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക, കൊമേഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഇവിടെ ഉന്നയിക്കേണ്ടത്. കാരണം നമുക്ക് ഓരോ വിഷയങ്ങൾക്കും ഓരോ സെഷൻ ഉള്ളത് കൊണ്ട് കൊമേഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ ഇവിടെ ചോദിക്കുക. അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിപ്പോ നേരത്തെ ചോദിച്ചു BBA ആണോ BCom ആണോ നല്ലത് എന്നുള്ളൊരു ചോദ്യമാണ് സാർ ഇപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് അക്കൗണ്ടിങ് മേഖലയിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അഥവാ +2 തലത്തിൽ അക്കൗണ്ടൻസി പഠിച്ച് അക്കൗണ്ടൻസി വളരെ ഇഷ്ടമാണ്, വലിയ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് BCom ചെയ്യുന്നതാണ് നല്ലത്. കാരണം അക്കൗണ്ടിങ് മേഖലയിലേക്ക് വരാൻ +2 ശേഷം 3 വർഷം BCom ചെയ്താൽ മതി. അതേസമയം BBA ചെയ്താൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് മേഖലയിലേക്കാണ് പോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് മേഖലയിൽ ജോലി ചെയ്യണമെങ്കിൽ +2 ശേഷം 3 വർഷത്തെ BBA മാത്രം ചെയ്താൽ പോരാ, MBAയും കൂടെ ചെയ്യേണ്ടി വരും. ആ അർത്ഥത്തില് ഫസ്റ്റ് പ്രിഫറൻസ് BComന് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരാൾ MBAക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ BBA MBA എന്നാണ് പറയാ. അക്കൗണ്ടിങ് മേഖലയിലേക്കാണെങ്കിൽ BCom MCom എന്നാണ് പറയാ. ഇനി MBAക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും BBAക്കാളും പ്രിഫറൻസ് BComന് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം 3 വർഷത്തെ BCom കഴിഞ്ഞ് ഇൻ കേസ് MBAക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ MBAക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ BCom കണ്ട് ആ വിദ്യാർത്ഥിക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റും. കാരണം ഒരു അക്കൗണ്ടന്റ് ആവാൻ മിനിമം ക്വാളിഫിക്കേഷൻ BCom ആണ്. അതേസമയം BBA കഴിഞ്ഞ ഒരാൾ MBAക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ BBA കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്.
ആ അർത്ഥത്തിൽ ബികോം ആണ് നല്ലത്. ഇനി ഒരാൾക്ക് അക്കൗണ്ടൻസി ഒന്നും വലിയ താല്പര്യമില്ല, എന്തായാലും MBAക്ക് പോകണമെന്ന് ഉറപ്പിച്ചു, ആ അർത്ഥത്തിലാണെങ്കിൽ BBA MBA എന്ന റൂട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. വളരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സാർ പറയുന്നുണ്ട്, റഷീദ് സാർ എന്തെങ്കിലും ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സർ, ക്യാൻ ഐ സ്റ്റഡി ഹോട്ടൽ മാനേജ്മെന്റ് ആഫ്റ്റർ സ്റ്റഡി കൊമേഴ്സ് സ്ട്രീം എന്നുള്ളതാണ്. ഏത് സ്ട്രീം എടുത്തവർക്കും BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നുള്ള കോഴ്സ് എടുക്കാം. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെ JEE എക്സാം ആണ് എഴുതേണ്ടത്. +2 ശേഷം JEE എക്സാം എഴുതിക്കൊണ്ട് 3 വർഷത്തെ 6 സെമസ്റ്ററിൽ കോഴ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ സർ. അതിലേക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ സർ. അതായത് വീട്ടിലെ സാഹചര്യം ഒക്കെ പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പോവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് FCI എന്നാണ് പറയാ, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏകദേശം എല്ലാ ജില്ലകളിലും ഉണ്ട്. 1.5 വർഷത്തെ കോഴ്സാണ്. ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. റെയിൽവേ തുടങ്ങിയ മേഖലയിലേക്ക്, ഗവൺമെന്റ് മേഖലയിലേക്ക് ജോലിക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടണം, കൂടുതൽ കാലം പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല തുടങ്ങിയവർക്ക്. മറ്റൊന്ന്, ഇതേപോലെ സാർ ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റഡ് കോളേജുകളിലും ഹോട്ടൽ മാനേജ്മെന്റ് BCom അതുപോലെ തന്നെ BBA ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും. സ്ഥാപനങ്ങൾ കുറവാണ്, പൊതുവെ പ്രൈവറ്റ് ആണ്. ആ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. കിറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ സർ കേരളത്തിലെ. സർ, അടുത്തൊരു ചോദ്യം പറയാം. BCom കമ്പ്യൂട്ടർ പഠിച്ച കുട്ടിക്ക് CS പോകാൻ കഴിയില്ല എന്നാണ് സാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. CS പോകുന്നുണ്ടായ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, അതിന്റെ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി +2 ആണ് CS പോകാനുള്ള ക്വാളിഫിക്കേഷൻ. സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, നോ പ്രോബ്ലം. BCom കഴിഞ്ഞാലും അതിന്റെ എൻട്രൻസ് എഴുതണം എന്നാണ് നേരത്തെ സാറ് പറഞ്ഞത്. CSE ET എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പോകാന്നാണ് പറയുന്നത്. പിന്നെ while taking commerce in +1 can we focus on computer jobs? അത് കമ്പ്യൂട്ടർ ജോലികൾക്ക് കൊമേഴ്സുമായി എത്രത്തോളം ബന്ധമുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു അയാൾക്ക്. അതായത് +2 തലത്തിൽ കൊമേഴ്സ് കമ്പ്യൂട്ടർ ഉണ്ട്, കൊമേഴ്സ് മാത്സ് ഉണ്ട്, കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കൊമേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് കമ്പ്യൂട്ടർ മേഖലയിലേക്കാണെങ്കിൽ BCA 3 വർഷത്തെ ഡിഗ്രി ഉണ്ട്. അതിനുശേഷം MCA 2 വർഷത്തെ PGയും ഉണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല താല്പര്യവും കഴിവും IT മേഖലയിൽ ഉണ്ടെങ്കിൽ, മാത്തമാറ്റിക്കൽ സ്കില്ല്, ലോജിക്, റീസണിംഗ് ഉണ്ടെങ്കിലേ BCA MCA പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. കാരണം IT മേഖല ആയതുകൊണ്ട് BTech കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT, MSc IT, പോളിടെക്നിക് IT, എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് BCA മാത്രം മതിയാവില്ല, MCAയും കൂടെ ചെയ്യേണ്ടി വരും. ആ അർത്ഥത്തിൽ ഒരു 5 വർഷത്തെ ടാർഗറ്റ് ആയിരിക്കണം +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ കഴിഞ്ഞ ആള് കമ്പ്യൂട്ടർ മേഖലയിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യേണ്ടത്. അടുത്തൊരു ചോദ്യം, എയർപോർട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളെ കുറിച്ച്, കൊമേഴ്സ് ആണോ സയൻസ് ആണോ ബെറ്റർ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഏവിയേഷന്റെ സാധ്യതകളെ കുറിച്ചും ഒരു ചോദ്യം വന്നിട്ടുണ്ട് സാറേ, അതൊന്ന് വിശദമാക്കാമോ? ഏവിയേഷന്റെ കോഴ്സുകൾ കൂടെ പറയുന്ന സമയത്ത് BBA ഏവിയേഷൻ ആ കോഴ്സുകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ വളരെ കുറച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് BBA ഏവിയേഷൻ നൽകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഏവിയേഷൻ കോഴ്സുകൾ എന്ന് വന്നിട്ട് മധുരൈ കാമരാജിന്റെ, ഭാരത യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോടൊപ്പം ഒരു 10 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടി കൊടുത്തിട്ട് ഏവിയേഷൻ ഡിഗ്രി നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സ്കൂളുകളിലൊക്കെ ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള BBA ഏവിയേഷൻ പല യൂണിവേഴ്സിറ്റികളിലും വളരെ പരിമിതമായ കോളേജുകളിലാണ് ഉണ്ടാവുന്നത്. റെഗുലർ ആയിട്ടുള്ള BBA ഏവിയേഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ടാവും. ഇനിയല്ല എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ BBA ഏവിയേഷൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളിപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം, BBA ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് വേണമെങ്കിൽ അയാട്ട, ഫിയാട്ട, ഉഫ്റ്റ പോലെയുള്ള ഇന്റർനാഷണൽ ബോഡീസിന്റെ ഷോർട്ട് ടേം കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുകയാണെങ്കിലും നല്ല കരിയർ മേഖലയിലേക്ക് വരാൻ വേണ്ടി പറ്റും. അതിലേക്ക് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ളത്, BBA അഥവാ ഡിഗ്രി തലത്തിൽ നമ്മൾ സ്പെഷ്യലൈസേഷനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ല. നേരത്തെ BComനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതേസമയം BCom കോർപ്പറേഷന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതും പറഞ്ഞു. അതുപോലെ തന്നെ BBAക്ക് ശേഷം MBAയും കൂടെ ചെയ്യേണ്ടി വരും മിക്കവാറും. അതുകൊണ്ട് നമ്മുടെ സ്പെഷ്യലൈസേഷൻ MBAയിൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഡിഗ്രി തലത്തിൽ സ്പെഷ്യലൈസ് ചെയ്താൽ നമ്മുടെ ഓപ്പണിങ്സ് പരിമിതപ്പെടും. അതുകൊണ്ട് പൊതുവായിട്ട് നല്ല ഒരു സ്ഥാപനത്തിൽ BBA ചെയ്യുക, അതൊരു ജനറൽ BBA സ്വഭാവത്തിൽ ചെയ്യുക. സ്പെഷ്യലൈസേഷൻ ഏവിയേഷൻ ആണെങ്കിലും ലോജിസ്റ്റിക്സ് ആണെങ്കിലും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണെങ്കിലും PG തലത്തിൽ MBAയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റാണ് ഇപ്പൊ സാർ പറഞ്ഞത്. പല കുട്ടികളും ഈ BBA ഏവിയേഷൻ അതുപോലെ BBA ലോജിസ്റ്റിക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ കുറെ കോഴ്സുകൾ ഈ അൺഎയ്ഡഡ് കോളേജുകൾ കൊടുക്കുന്നുണ്ട്.
അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സാർ പറഞ്ഞത്. പിന്നെ സാർ ഇതിനോട് ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാവോ? കാരണം പല ചോദ്യം വന്നിട്ടുള്ളത് ഈ എയർ ഹോസ്റ്റസ് അതുപോലെ തന്നെ എയർപോർട്ടിൽ മറ്റു ജോലികൾക്ക് സയൻസ് പഠിച്ച ആളുകൾക്കല്ലേ കൂടുതൽ ചാൻസ് ഉള്ളത്, അത് കൊമേഴ്സുകാർക്ക് എത്രത്തോളം ഉണ്ട് ഒന്ന് പറയാമോ? അല്ല, അതില് പൈലറ്റ് എന്നുള്ള രീതിയിലേക്ക് പോവാൻ ആണ് സയൻസ് നിർബന്ധമായിട്ട് വരുന്നത്. അല്ലാത്ത കേസിൽ സയൻസ് പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം അധികവും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് മേഖലയാണ്. എന്നപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുക +2 ശേഷം, ദെൻ MBA സ്പെഷ്യലൈസേഷൻ എയർപോർട്ട് മാനേജ്മെന്റ്, ഏവിയേഷന്, ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ HR, മാർക്കറ്റിംഗ്, ആ രീതിയിലേക്ക് വരാവുന്നതാണ്. ക്യാബിൻ ക്രൂ ഒക്കെ നമുക്ക് ഏത് കോഴ്സ് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്നതാണല്ലോ. പറ്റും. അതോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, അസ്കർ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സയൻസ് പഠിച്ചിരിക്കണമെന്നുണ്ട്. മറ്റ് എഞ്ചിനീയറിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടതുകൊണ്ടാണ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ പോലെയുള്ള മേഖലയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് അല്ല സയൻസ് തന്നെയാണ് പഠിക്കേണ്ടത്. അതെ. പിന്നെ അതുപോലെ ഒരു ചോദിച്ചോട്ടെ, ഈ NDA കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് പറ്റുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്. NDA പൊതുവെ 3 വിഭാഗങ്ങളുണ്ട്. അതായത് പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഒന്ന് എയർഫോഴ്സ് ആണ്, മറ്റൊന്ന് നേവിയാണ്. ദെൻ ഇതില് എയർഫോഴ്സിലേക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ നേവിയിലേക്കും സയൻസ് കഴിഞ്ഞവർക്ക് പോവാൻ പാടുള്ളൂ. ആർമിയിലേക്കാണെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞ കരസേന മേഖലയിലേക്കാണെങ്കിൽ സയൻസ് നിർബന്ധമല്ല, ഏത് ഗ്രൂപ്പായിരിക്കും പോവാം. അതെ, അത് +2 കഴിഞ്ഞ് കോഴ്സായിട്ട് ജോലി ചെയ്യുന്നത് ഉണ്ട്, അതേസമയം ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്ന രീതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാർ ചോദിക്കുന്നത് CA പഠിക്കാനുള്ള സ്ഥാപനമാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് പറയാൻ പറ്റില്ല, അതിന്റെ ഒന്ന് വിശദമാക്കാമോ? CAയുടെ ഒരു അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ചാർട്ടേഡ് കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BCom ഏതെങ്കിലും റെഗുലർ കോളേജിൽ പോയിട്ട് പഠിക്കുന്നത് പോലെ പഠിക്കാൻ സംവിധാനമില്ല, കോച്ചിങ് സെന്ററുകളാണ്. ഇതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ സെന്ററുകളിൽ ജോയിൻ ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞ് നേരിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. അവിടെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതേസമയം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ BCom 3 വർഷം പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ഡയറക്ഷൻ കിട്ടിയാൽ മതി. ആ അർത്ഥത്തിലാണെങ്കിൽ ഇത്തരം സെന്ററുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതേസമയം +2 കഴിഞ്ഞ് നേരിട്ട് പോവുകയാണെങ്കിൽ മിക്കവാറും പ്രൈവറ്റ് കോച്ചിങ് സെന്ററുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവും. പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിൽ പ്രയാസമുണ്ട്. അതുപോലെ ഈ ടീച്ചിങ് മേഖലയെ കുറിച്ച് ഒന്ന് പറയാൻ തോന്നുന്നു സർ, ജസ്റ്റ് ഒന്ന്. അത് ആക്ച്വലി പ്രൊഫസർ ആവാൻ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു കൊമേഴ്സും ടീച്ചിങ്ങും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമോ? ഓക്കെ, നമ്മളിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയിലേക്ക് വരുന്ന PPTTC, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാൽ LKG UKG പോലെയുള്ള ആ ഒരു കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതയായി. +2 കോമേഴ്സ് കഴിഞ്ഞാലും നിങ്ങൾ 2 വർഷത്തെ DLED, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ KTET, CTET പോലെയുള്ള ക്വാളിഫയിങ് ടെസ്റ്റ് കൂടി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LP UP വിഭാഗത്തിൽ പഠിപ്പിക്കാം. BCom കഴിഞ്ഞതിന് ശേഷം ഹൈസ്കൂളുകളിലേക്ക് ടീച്ചിങ് മേഖലയിൽ കേരളത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം നമ്മൾക്ക് PG കഴിഞ്ഞതിന് ശേഷം MCom കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ BEDും ഇനി പറയുന്ന ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഒന്ന്, അത് സെറ്റ് ആവാം, നെറ്റ് ആവാം, MPhil ആവാം, PhD ആവാം, MD ആവാം, അതിലേതെങ്കിലും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാം. ഇനി കോളേജ് തലത്തിലേക്ക് പോവുകയാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ നിലവിൽ PG 55% മാർക്കും അതോടൊപ്പം നെറ്റുമാണ് വേണ്ടത്. ഇനി അസോസിയേറ്റ് പ്രൊഫസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്ത് 4 വർഷത്തിനുള്ളിൽ PhD എടുക്കുകയാണെങ്കിൽ 12 വർഷം കൊണ്ട് അസോസിയേറ്റ് പ്രൊഫസർ ആവും. ഇനിയല്ല 4 വർഷത്തിന് ശേഷമാണ് PhD എടുക്കുന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ട് 14 വർഷം വേണം. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ജേണലിലൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു മേഖലയാണ് ടീച്ചിങ് എന്നുള്ളത്. അപ്പോൾ കൂടുതലും നമ്മൾക്ക് നല്ലത് ഹയർ സെക്കൻഡറിക്ക് ശേഷം വരുന്ന മേഖലകളിലേക്ക് കരിയർ കണ്ടെത്തുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് വരിക. UPSC നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രിലിംസ് ആണ്, മറ്റൊന്ന് മെയിൻസ് ആണ്, അവസാനം വരുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏത് ഗ്രാജുവേറ്റ്സിനും സിവിൽ സർവീസിലേക്ക് വരാമെന്നുള്ളതാണ്.
അതിൽ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ് പോലെയുള്ള മേഖലകളിലേക്ക് എനി ഗ്രാജുവേറ്റ്സ് ആണ്. അതിലിപ്പോ നമ്മൾ ഭരതനാട്യം പഠിച്ചാലും കുച്ചിപ്പുടി പഠിച്ചു കഴിഞ്ഞാലും വരാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ്. പൊതുവെ നമ്മൾ +2 ശേഷം ഡിഗ്രി PG അങ്ങനെ പഠിച്ചിട്ട് പോകും. നല്ല നല്ല മത്സര പരീക്ഷകൾ +2 ശേഷവും ഡിഗ്രിക്ക് ശേഷം എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം +1 +2 കണ്ടന്റ് പഠിക്കുന്നതോടൊപ്പം ഡിഗ്രി ഏത് എന്ന് തീരുമാനിക്കുകയും ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് ശേഷമുള്ള മത്സര പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ UPSC അക്ഷയ് സാർ പറഞ്ഞു കഴിഞ്ഞു, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കുള്ള ഓപ്ഷൻസ് IAS, IPS, IFS തുടങ്ങിയവ. അതുപോലെ SSC ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് ക്ലറിക്കൽ പോസ്റ്റ്, വലിയ പ്രൊമോഷൻ സാധ്യതകളുണ്ട്, ദൂരദർശൻ, തപാൽ, പാസ്പോർട്ട് ഓഫീസ് തുടങ്ങിയവ. മറ്റൊന്നാണ് RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോലി എടുക്കുന്ന സ്ഥാപനങ്ങളൊന്നാണ് ഇന്ത്യൻ റെയിൽവേ. അവിടേക്ക് +2 ഡിഗ്രി PG ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് IBPS, കൊമേഴ്സ് സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. പൊതുമേഖലാ ബാങ്കിലേക്ക് ജോലി കിട്ടാൻ ബാങ്ക് ടെസ്റ്റ് വഴി നമുക്ക് പോകാൻ പറ്റും. അവിടെ പ്രൊബേഷണറി ഓഫീസർ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ കേരളത്തിലേക്ക് വന്നാൽ കേരള PSC ഉണ്ട്, IAS പോലെ കേരളത്തിൽ ഒന്നുണ്ട്, KAS. ഇങ്ങനെ ഒരുപാട് മത്സര പരീക്ഷകൾ +2 ശേഷവും ഡിഗ്രിക്ക് ശേഷവും എഴുതാവുന്നതാണ്. അതിനുള്ള ഒരു പ്രിപ്പറേഷൻ +1 മുതൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. CA ഒരാള് വളരെ ഹാർഡ് വർക്ക് ചെയ്യാണ്, നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 4 വർഷത്തിനുള്ളിൽ ഒരാൾക്ക് CA ചെയ്തെടുക്കാൻ പറ്റും. 3 വർഷം അത് പ്രാക്ടീസ് ആണ്, ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ്, ആർട്ടിക്കിൾഷിപ്പ് ആണ്. ബാക്കി മൊത്തം പേപ്പറുകൾ എഴുതിയെടുക്കാൻ 3 വർഷത്തിന് ശേഷം 1 വർഷം കൂടെ വരുന്നുള്ളൂ. അപ്പം ഒരു 4 വർഷം കൊണ്ടൊക്കെ ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റും. പിന്നെ പൊതുവെ ആൾക്കാർ ഇത് ഡിഗ്രി അല്ലേ എന്ന് സംശയിക്കാറുണ്ട്. CA കഴിഞ്ഞ ഒരാൾക്ക് PhD ചെയ്യാവുന്നതാണ്, സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. പുതിയ ഒരു സർക്കുലർ പ്രകാരം CA PGക്ക് തുല്യമാണ്. PG എന്ന് പറഞ്ഞാൽ +2 ശേഷം 3 വർഷം ഡിഗ്രി, ദെൻ 2 വർഷം PG. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, CAക്ക് +2 കഴിഞ്ഞ് നേരിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പ്രൈവറ്റ് ആയിട്ട് BComന് രജിസ്റ്റർ ചെയ്യണം. കാരണം 3 വർഷം കഴിഞ്ഞ് ഇൻ കേസ് CAക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് BComഉം MComഉം കഴിഞ്ഞ് അക്കൗണ്ടന്റ് ആവുന്നതിനേക്കാൾ വലിയ അക്കൗണ്ടന്റ് ആവാൻ പറ്റും. കാരണം പ്രൈവറ്റ് ആയിട്ട് BCom രജിസ്റ്റർ ചെയ്തത് കൊണ്ട് 3 വർഷം കൊണ്ട് BCom കിട്ടും. പ്ലസ് CAക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്ത, പ്രിപ്പയർ ചെയ്തതിന്റെ ഒരു ക്വാളിറ്റിയും അയാൾക്ക് ഉണ്ടാവും. അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഉപരിപഠനത്തിന് ഉണ്ട് എന്നുള്ളത് ഈ ചെറിയൊരു സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഏതായാലും വളരെയധികം സന്തോഷം. ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.